Hi students, welcome back to another video of X and Y Learning. So ഇത് നമ്മുടെ NSMC preparation series ആണ്. NSMC, that is National Science and Math Championship, which is an exam conducted by X and Y Learning in collaboration with Hindu in School. Okay, so നമ്മൾ കുറച്ച് വീഡിയോസ് കുറച്ച് ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഹോൾ നമ്പേഴ്സ് അല്ലെ, ഹോൾ നമ്പേഴ്സ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലും നമ്മൾ ക്വസ്റ്റ്യൻസും ട്രൈ ഔട്ട് ചെയ്യും, അതിന് വേണ്ട ഫോർമുലാസ് അല്ലെങ്കിൽ എന്താണ് അതിന് അറിഞ്ഞിരിക്കേണ്ടത് കണ്ടന്റ് കൂടെ നമ്മൾ അതിന്റെ കൂടെ പറയുന്നതാണ് അല്ലെ. ഓക്കെ, സോ എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 45 and 84 എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, 45നും 84ന്റെയും ഇടയില്ലേ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ്, എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾ എങ്ങനെയാ കാണുക? 84 മൈനസ് 45 ചെയ്താൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 39 വരും. പക്ഷെ അതാണോ റൈറ്റ് ആൻസർ? അല്ല. 39 നിങ്ങൾ -1 കൂടെ ചെയ്യണം. അതായത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ബിറ്റ്വീൻ അല്ലെ നാച്ചുറൽ നമ്പേഴ്സ്, ഇൻ ബിറ്റ്വീൻ ഒരു രണ്ട് നമ്പേഴ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് നമ്പർ ഇതൊരു ഈസി ഹാക്ക് ആണ്, ഓർത്തിരിക്കാൻ. ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ മൈനസ് 1. ഓക്കെ, ലാസ്റ്റ് നമ്പർ എന്താണ്? നമുക്ക് തന്ന ബിഗസ്റ്റ് നമ്പർ എന്താണ്? 84. പിന്നെന്താണ് ഫസ്റ്റ് നമ്പർ എന്താണ്? -45. മൈനസ് ഒരു 1 കൂടെ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരുന്നത്? 39 minus 1 which is equal to 38 എന്ന ആൻസർ വരും. 38 ആണ് റൈറ്റ് ആൻസർ. ഇതെന്ന് പറഞ്ഞത് നാച്ചുറൽ നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ 45 and 84 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84നെയും 45നെയും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാതെയാണ് ഈ 38 എന്ന ആൻസർ. അതാണ് ഈ ക്വസ്റ്റിന്റെ അർത്ഥം. അതായത് ഇൻ ബിറ്റ്വീൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്യില്ല, അതിനിടയിൽ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്നാണ് ഇതിനർത്ഥം. ഇനി സപ്പോസ് ഇവരെ രണ്ടുപേരെയും ഇൻക്ലൂസീവ് ആയിട്ട് എന്ന് ചോദിക്കുകയാണ്, അതായത് ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 45 and 84 ഇൻക്ലൂഡിംഗ് ദീസ് നമ്പേഴ്സ് അല്ലെ, 84നെയും 45നെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? നമ്മൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണോ മാറുക, ഈ ഒരു ഫോർമുല എങ്ങനെയാണോ മാറുക? ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ അല്ലെ, ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ പ്ലസ് 1. നമ്മൾ ഈ -1 ചെയ്യുന്നതിന് പകരം +1 ചെയ്യും. ഇത് എപ്പോഴാണ് ഈ റെഡിൽ ഞാൻ എഴുതിയിരിക്കുന്നത്? ഇൻക്ലൂസീവ് ആവുമ്പോൾ ഈ രണ്ട് അറ്റത്തുള്ള നമ്പേഴ്സും നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ആണ് ഈ ഒരു രണ്ടാമത്തെ ഫോർമുല. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ 45 and 84 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ബിഗ്ഗസ്റ്റ് നമ്പറിന് സ്മോൾ നമ്പർ മൈനസ് ചെയ്യുക, മൈനസ് ഒരു 1 കൂടെ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ വരുന്നത്? 38 എന്നാണ് കറക്റ്റ് ആൻസർ വരിക അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ തന്നെ ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ആർ ദർ ഫ്രം 39 to 20? നിങ്ങൾ 39 മൈനസ് 20 ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ബാക്കി ആ 39 അതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്താണ് ഞാൻ പറഞ്ഞത്? ഇൻ ബിറ്റ്വീൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ 39നെയും 20നെയും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യരുത്, അതിന്റെ ഇടയിലുള്ള ആൾക്കാരെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു -1 ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ഫോർമുല വെച്ചിട്ട് 39 അല്ലെ, ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ -1 നിങ്ങൾ ചെയ്യും അല്ലെ. 39 മൈനസ് 20 എന്ന് ചെയ്യുമ്പോൾ 19 എന്ന് വരും. 19 മൈനസ് 1 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 18 എന്ന് റൈറ്റ് ആൻസർ വരും. ഓപ്ഷൻ എ ആണ് നിങ്ങളുടെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ? ഓക്കെ, ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ, ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അല്ലെ. എന്താണ് ഹോൾ നമ്പർ എന്ന് പറയുന്നത്? ഹോൾ നമ്പർ എന്താണ്? നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് നമുക്ക് നാച്ചുറൽ നമ്പർ നോക്കാം അല്ലെ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് അല്ലെ നാച്ചുറൽ നമ്പേഴ്സ്. 1 തൊട്ടിട്ടാണ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോൾ നമ്പേഴ്സോ മക്കളെ? ഹോൾ നമ്പേഴ്സ് എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക? 0 തൊട്ടിട്ടാണ് അല്ലെ. 0 1 2 3 4 ഇങ്ങനെ പോകുന്നതാണ് എന്ത്? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഹോൾ നമ്പേഴ്സ് അല്ലെ. അപ്പൊ ഇതാണ് നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും തമ്മിലൊരു ഡിഫറൻസ്. എന്താണ്? 0 എന്ന് പറഞ്ഞ നമ്പറും കൂടെ ഹോൾ നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പം എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണോ? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ്. യെസ്, കാരണം 1 2 3 4 ആണ് നാച്ചുറൽ നമ്പേഴ്സിൽ ഉള്ളത്. അവരെല്ലാം ഹോൾ നമ്പേഴ്സിന്റെ ഈ ഒരു ഗ്രൂപ്പിലില്ലേ അല്ലെ. ഇവിടെ തൊട്ട് നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പർ ആണോ? എവറി ഹോൾ നമ്പർ ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല അല്ലെ. കാരണം ഹോൾ നമ്പേഴ്സിൽ ആരുണ്ട് എക്സ്ട്രാ ആയിട്ട്? 0 ഉണ്ട്. 0 നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് എവറി ഹോൾ നമ്പർ ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് നാച്ചുറൽ നമ്പർ 1 2 3 4 എന്നുള്ളത്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, 0 മുതൽ നമ്മൾ കൗണ്ട് ചെയ്യാം അല്ലെ. 0 1 2 3 4 എന്നതാണ് എന്ത്? ഹോൾ നമ്പേഴ്സ്. ഓക്കെ,
നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് സ്മോളസ്റ്റ് ഹോൾ നമ്പർ? 0, 1, -1, none. 0. യെസ്, നമ്മൾ ഇവിടുന്ന് നേരത്തെ കൗണ്ട് ചെയ്യാൻ തുടങ്ങിയത് 0 മുതലാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം 0 ആണ് റൈറ്റ് ആൻസർ എന്ന് അല്ലെ. ഓക്കെ, 1 ആണോ ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല. സ്മോളസ്റ്റ് ഹോൾ നമ്പർ ഏതാണ്? 0 ആണ് അല്ലെ. -1 ആണോ? അല്ല. 0ന് തൊട്ടുള്ള മുന്നുള്ള നമ്പേഴ്സ് ഒന്നുമില്ല. -1 ഒന്നും -1 നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും എന്തല്ല? ഹോൾ നമ്പേഴ്സ് അല്ല. എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് എപ്പോഴാ വരിക? ഇന്റിജേഴ്സ് എന്നത് നിങ്ങൾക്ക് അറിയോ? ഇന്റിജേഴ്സ് എന്താണെന്ന് അറിയോ? ഇന്റിജേഴ്സ് ആണ് എങ്ങനെ നമ്മുടെ ഈ ഒരു നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വരും. എന്താണ്? -5, -4, -3, -2, -1, 0, 1, 2, 3 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടേക്കും കണ്ടിന്യൂ കേട്ടോ. ഇവിടേക്കും ഇങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സ് പോയിക്കൊണ്ടിരിക്കും. ഇതിനാണ് ഇന്റിജേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്മോളസ്റ്റ് ഇന്റിജർ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് ഏതോ അറ്റത്താണ് അത് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. പക്ഷേ സ്മോളസ്റ്റ് ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ബിഗ്ഗസ്റ്റ് ഹോൾ നമ്പർ എന്താണെന്ന് അറിയോ? അത് അറിയില്ല അല്ലെ. അതിങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. കോടിക്കണക്കിന് നമ്പേഴ്സ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ബിഗ്ഗസ്റ്റ് പറയാൻ പറ്റില്ല. പക്ഷെ സ്മോളസ്റ്റ് ഹോൾ നമ്പർ എന്താന്ന് നമുക്കറിയാലോ. 0 ആണല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ എന്തായിരിക്കും? സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ യെസ് 1 ആണ് സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ അല്ലേ. കാരണം നമ്മൾ എവിടുന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്? 1 തൊട്ടിട്ടാണ്. ഹോൾ നമ്പേഴ്സ് നമ്മൾ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് 0 ആണ് സ്മോളസ്റ്റ് ഹോൾ നമ്പർ അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which property does 5 plus 3 is equal to 3 plus 5 illustrate? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി. അങ്ങനെ 4 പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻ 5 plus 3 is equal to 3 plus 5 ഇതിൽ ഏത് പ്രോപ്പർട്ടി ആണ് കാണിക്കുന്നത് എന്നാണ് അല്ലെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ക്ലോഷർ പ്രോപ്പർട്ടി? ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? സമ്മിന്റെ, അതായത് അഡിഷന്റെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? അഡിഷന്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ 2 നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്തു. 2 നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ എടുത്തിട്ട് ആഡ് ചെയ്തു. 2 നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്ത് നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണോ വരിക? നോക്കിക്കേ, 2 നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ എടുത്തു, എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്യും. സപ്പോസ് ഞാൻ 1 ഉം 2 എടുത്തു അല്ലെ. സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ആണ് അല്ലെ 1. 1 ഉം 2 ഞാൻ എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 എന്ന ആൻസർ വരുന്നു. അപ്പൊ അതെന്താ? അതും ഒരു നാച്ചുറൽ നമ്പർ ആണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. 2 നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ ആഡ് ചെയ്ത്, 2 നമ്പേഴ്സ് നിങ്ങൾ നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ എടുത്തു, എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു നാച്ചുറൽ നമ്പർ തന്നെ വന്നല്ലോ. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. അതിനെയാണ് ഇതിന് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഒരു നാച്ചുറൽ നമ്പർ തന്നെ വന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് എന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞു. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓക്കെ, എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? 2 നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് 1 ഉം 2 എടുക്കാം. ഞാൻ 1 plus 2 എന്ന് ചെയ്താലും 1 plus 2 എന്ന് ചെയ്താലും 2 plus 1 എന്ന് ചെയ്താലും 1 plus 2 ഉം ചെയ്തു 2 plus 1 ഉം ചെയ്തു. എന്താ ആൻസർ? 3 തന്നെയല്ലേ. 1 plus 2 ചെയ്തപ്പോഴും 3 ആണ്, 2 plus 1 ചെയ്തപ്പോഴും 3 ആണ്. അപ്പൊ ഞാൻ ഈ ഏത് ഓർഡറിൽ ആഡ് ചെയ്യുന്നത് എന്നതിൽ കാര്യമുണ്ടോ? ഇല്ല അല്ലെ. ഞാൻ ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും 2 plus 1 ചെയ്താലും 1 plus 2 ചെയ്താലും എന്താ ആൻസർ മാറുന്നുണ്ടോ? ഇല്ല. അതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഏത് ഓർഡറിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, എന്തായാലും ആൻസർ സെയിമേ വരുള്ളൂ. ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും ആൻസർ സെയിമേ വരുള്ളൂ. അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. അതെങ്ങനെ കാണിക്കുക? A plus B ചെയ്താലും B plus A ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. എയും ബി ഒക്കെ ഏതെങ്കിലും നമ്പേഴ്സ് ആണ് കേട്ടോ, ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്താലും എന്താണ് ആൻസർ വരുന്നത്? ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ് ആൻസർ വരുന്നത് അല്ലെ. ഓക്കെ, അതിനാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി 3 നമ്പേഴ്സിനെ എടുക്കണം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നിങ്ങൾ 3 നമ്പേഴ്സിനെ എടുക്കാം. ആദ്യം ഞാൻ 1 എടുത്തു. 1 plus 2 plus 3 ഇതാണ് എനിക്ക് ആഡ് ചെയ്ത് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എങ്ങനെയാ ചെയ്യുക? ഫസ്റ്റ് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യും അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ള ഒരു നമ്പറിനും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാണ്. ആദ്യം ഞാൻ 1 plus 2 ചെയ്തു. എനിക്ക് എന്ത് വന്നു? 3 എന്ന് വന്നു. അപ്പൊ 3 plus 3 is equal to 6 എന്ന് വന്നു. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്തു വരോ? 1 plus 2 plus 3 ആദ്യം ഞാൻ 2 plus 3 ചെയ്തു. അങ്ങനെയും ചെയ്യാലോ, തെറ്റില്ലല്ലോ അല്ലെ. 2 plus 3 ചെയ്തു. അപ്പം 1 plus 2 plus 3 എന്താണ്? 5 ചെയ്തു. ആൻസർ എന്താ വരുന്നത്? 6. ആൻസർ മാറിയോ? ഞാൻ എങ്ങനെ ആഡ് ചെയ്താലും ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തത്? ആദ്യം ഞാൻ 1 plus 2 ആഡ് ചെയ്തു,
എന്നിട്ട് ഞാൻ 3 ആഡ് ചെയ്തു. രണ്ടാമത് ഞാൻ എന്താ ചെയ്തത്? 2 + 3 ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഉള്ള 1 കൂടി ആഡ് ചെയ്തു. രണ്ട് സമയത്തും ആൻസർ മാറുന്നുണ്ടോ മക്കളെ? ഇല്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക. അതായത് ഫസ്റ്റ് 3 നമ്പേഴ്സ് ഉണ്ട്, അതിൽ ആദ്യത്തെ 2 നമ്പേഴ്സിനെ ഞാൻ ആഡ് ചെയ്തു, പ്ലസ് ലാസ്റ്റത്തെ നമ്പറിനെ ആഡ് ചെയ്തു. അല്ലെങ്കിൽ 3 നമ്പേഴ്സ് ഉണ്ട്, ലാസ്റ്റത്തെ 2 നമ്പറിനെ ആഡ് ചെയ്തു, എന്നിട്ട് ഫസ്റ്റത്തെ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ മാറുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ, എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി? നോക്കിയാലോ. നിങ്ങള് 2 into 5 + 7 എന്ന് ചെയ്യാം. അല്ലെങ്കിൽ 2 into 5 + 2 സ്മോൾ നമ്പേഴ്സ് എടുക്കാം. 2 into 5 + 2 ചെയ്യാം. ഇതെങ്ങനെയാ നിങ്ങൾ ചെയ്യാ? 2 into 5 + 2 എന്താണ്? 7. 14 എന്ന് വന്നില്ലേ? ഓക്കെ, ആദ്യം ഞാൻ 5 + 2 ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ആദ്യം സോൾവ് ചെയ്തു അല്ലേ? 2 into 5 + 2 നിങ്ങളോട് പറഞ്ഞത്. അപ്പം ബ്രാക്കറ്റിലുള്ളത് 5 + 2 ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ 5 + 2 ചെയ്തപ്പം 7 വന്നു. 2 into 7 14 വന്നു. ഇനി നോക്കിക്കേ, 2 into 5. ഓക്കെ, 2 into 5 പ്ലസ് 2 into 2 ഇങ്ങനെ ചെയ്ത് നോക്കിക്കേ. 2 into 5 എന്താ? ഫസ്റ്റത്തെ ബ്രാക്കറ്റിൽ 2 into 5 10 പ്ലസ് രണ്ടാമത്തെ ബ്രാക്കറ്റിൽ 2 into 2 4 10 + 4 14. രണ്ട് ആൻസറും സെയിം ആയത് കണ്ടോ? എന്താ ഇവിടെ സംഭവിച്ചത് നോക്കിക്കേ. ഇവിടെ ഞാൻ എന്താക്കി? ഇതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അല്ലെ? 2 into 5 കണ്ടോ? 2 into 5 ആദ്യം ചെയ്തു, പ്ലസ് പിന്നെ എന്ത് ചെയ്തു? 2 into 2 ചെയ്തു. ഇപ്പോഴും ആൻസർ മാറിയോ? അല്ലെ? ഫസ്റ്റ് ഞാൻ ഒരു മെത്തേഡ് വെച്ച് ചെയ്തു, രണ്ടാമത് ഞാൻ വേറൊരു മെത്തേഡ് വെച്ച് ചെയ്തു. പക്ഷെ രണ്ട് സമയത്തും ആൻസർ സെയിം അല്ലേ? ഇതിനാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഇതിനെങ്ങനെ എഴുതി കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് a into b + c. b + c എന്ന് പറഞ്ഞൊരു നമ്പർ, എയും ബിയും സിയും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. b + c നിങ്ങൾ ആദ്യം ചെയ്തു, എന്നിട്ട് a നെ മൾട്ടിപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ ആദ്യം a നെയും b നെയും മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ a നെയും c നെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിന് രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ എന്ത് തന്നെയാണ് വരുന്നത്? സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇവിടൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഇതിനാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which property does 5 + 3 = 3 + 5 illustrate? അങ്ങനെ നമ്മൾ എഴുതിയത് നോക്കിക്കേ. ക്ലോഷർ പ്രോപ്പർട്ടി ആണോ? അല്ല. ക്ലോഷർ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? രണ്ട് നാച്ചുറൽ നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ വീണ്ടും ഒരു നാച്ചുറൽ നമ്പർ കിട്ടും. ഓക്കെ, അപ്പൊ അതല്ലല്ലോ അവിടെ കാണിക്കുന്നത് അല്ലെ? പിന്നെ അത് നോക്കിക്കേ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. രണ്ട് നമ്പേഴ്സിനെ നമ്മൾ ഏത് ഓർഡറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ആൻസർ എന്താണ് വരുന്നത്? സെയിം ആണ് വരുന്നത് അല്ലെ? അപ്പൊ അതല്ല ഇവിടെ കാണിക്കുന്നത്. 5 + 3 ചെയ്താലും 3 + 5 ചെയ്താലും സെയിം ആണെന്ന്. അപ്പൊ എന്താണ് റൈറ്റ് ആൻസർ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് അല്ലെ? സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The value of 245 into 0 is. ഓപ്ഷൻസ് 245, 0, 1 cannot be determined. 245 into 0 multiplied by 0 ചെയ്താൽ എന്താ വരിക? നിങ്ങൾക്ക് അറിയാം അല്ലെ? 245 into 0 0 തന്നെയാണ് ആൻസർ വരിക. 245 എന്ന് വരുമോ? 245 എപ്പോഴാണ് ആൻസർ വരിക? 245 into 1 ആണ് അല്ലെ? 245 1 ആയിരുന്നെങ്കിൽ 245 എന്ന് വന്നേനെ. പക്ഷെ 1 അല്ല, 0 ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, 1 അല്ല. 245 into 0 ചെയ്ത 1 വരോ? ഇല്ല. cannot be determined. cannot be determined ആണോ? അല്ല. 245 into 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ വരാന്ന് അറിയാം? 0 തന്നെയാണ് ആൻസർ വരാന്ന് അറിയാം. എപ്പോഴാണ് cannot be determined എന്നാവുന്നത്? 245 ഡിവൈഡഡ് ബൈ 0 എന്നായിരുന്നു തന്നത് വെച്ച് കഴിഞ്ഞാൽ അത് cannot be determined ആണ്. അതിന് നമുക്ക് അത് ഡിഫൈൻ ആയിട്ടില്ല. ഇതുവരെ അതിനൊരു ആൻസർ കണ്ടുപിടിച്ചത് ഡിഫൈൻഡ് അല്ല അല്ലെ? 245നെ 0 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻഡ് അല്ല. 0 വെച്ച് ഞാൻ സപ്പോസ് തിരിച്ചു എഴുതാണ്. 0 ഡിവൈഡഡ് ബൈ 245. ഇത് പോസിബിൾ ആണോ? യെസ്, ഇതിന്റെ ആൻസർ 0 തന്നെയാണ്. 0 എന്ന് പറഞ്ഞാൽ 0 കൗണ്ട് വന്നിട്ട് അതിന് 245 ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. 0 തന്നെ എല്ലാവർക്കും കിട്ടുള്ളൂ അല്ലെ? അതുകൊണ്ടാണ് അതെന്ത് 0 ഡിവൈഡഡ് ബൈ 245 എന്നുള്ളത് 0 തന്നെയാവുന്നത്. പക്ഷെ 245 എന്ന നമ്പർ 245 ചോക്ലേറ്റ്സ് എന്നിട്ട് ഇത് 0 ആൾക്കാർക്ക് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫൈൻഡ് അല്ല. ഇപ്പോഴും അത് ഡിഫൈൻഡ്, അത് അൺഡിഫൈൻഡ് ആണ് അല്ലെ? അൺഡിറ്റർമിൻഡ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ 245 ഡിവൈഡഡ് ബൈ 0 ആണ്. നോട്ട് ഡിറ്റർമിൻഡ്. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. ഇതും നമ്മുടെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത്. വിച്ച് പ്രോപ്പർട്ടി ഈസ് ഷോൺ ബൈ 3 + 4 ബ്രാക്കറ്റിലാണ് +5 is equal to 3 പ്ലസ് ബ്രാക്കറ്റിനുള്ളിൽ തന്നെ 4 + 5. ഇതെന്താണ്? എന്താ ചെയ്തിരിക്കുന്നത്? 3 നമ്പേഴ്സിനെ എടുത്തിട്ട് നിങ്ങൾ പല ഓർഡറിൽ ആഡ് ചെയ്യാണ് അല്ലെ? എപ്പോഴും ആൻസർ സെയിം തന്നെയാണ് വരുന്നത്. ഇത് ഏതാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്? നോക്കിക്കേ, ലാസ്റ്റ് കണ്ടതിൽ നോക്കിക്കേ. യെസ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? നോക്കിക്കേ, a + b + c is equal to a +
ബി പ്ലസ് സി. അതന്നെയല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത്? യെസ്. അതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കേട്ടോ. predecessor of the smallest 3-digit whole number എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് സ്മോളസ്റ്റ് 3-digit whole number? ഏതാണ് സ്മോളസ്റ്റ് 3 ഡിജിറ്റ് ആയിരിക്കണം. 99 ആണോ? 99. ഓക്കെ, 100 എടുക്കുക, 999 എടുക്കുക. ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് 3-digit ഹോൾ നമ്പർ? 100 അല്ലേ? 99 കഴിഞ്ഞു കഴിഞ്ഞാൽ 99 ആണ് ലാർജസ്റ്റ് 2-digit ഹോൾ നമ്പർ അല്ലേ? 99 ആണ് ലാർജസ്റ്റ് 2-digit ഹോൾ നമ്പർ. 99 കഴിഞ്ഞ പാട് ആരാ വരുന്നത്? 100 അല്ലേ? 100 അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 ഡിജിറ്റ് സ്മോളസ്റ്റ് 3-digit ഹോൾ നമ്പർ അല്ലേ? അപ്പം 100 ആണ് സ്മോളസ്റ്റ് 3-digit ഹോൾ നമ്പർ. അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടാണ് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? അതാണോ ചോദിച്ചിരിക്കുന്നത്? അതല്ല ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? predecessor of the smallest 3-digit whole number. എന്താണ് predecessor? predecessor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ തന്നിട്ട് അതിന്റെ തൊട്ട് മുന്നത്തെ നമ്പറിനെയാണ് predecessor എന്ന് പറയുന്നത്. എന്താണ് successor? സക്സസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ട് ഇതിന്റെ സക്സസർ എന്താണെന്ന് ചോദിക്കാൻ അതിന്റെ അർത്ഥം എന്താണ്? അതിന് ശേഷം അതിന്റെ തൊട്ടടുത്ത നമ്പറിനെയാണ് സക്സസർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? predecessor, the predecessor of the smallest 3-digit whole number ആണെന്നാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു 100 ആണ് സ്മോളസ്റ്റ് 3-digit whole number. അതിന്റെ തൊട്ട് മുന്നത്തെ predecessor എന്താണ്? 99 ആണ്. അപ്പൊ റൈറ്റ് ആൻസർ 99 ആണ്. അപ്പൊ നിങ്ങൾ ഈ predecessor എന്താണെന്നൊന്നും വായിക്കാതെ നേരെ പോയി 100 എന്ന ഓപ്ഷൻ ബി ടിക്ക് ചെയ്യരുത് അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതല്ല. സ്മോളസ്റ്റ് 3-digit ഹോൾ നമ്പർ ആയ 100ന്റെ തൊട്ട് മുന്നേ ഉള്ള നമ്പർ ഏതാണ്? predecessor എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് 99 ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും NSMCക്ക് അപ്ലൈ ചെയ്ത കുട്ടികളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. 10th October ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നിങ്ങളെ പോലെ മിടുക്കരായ സയൻസിലും മാത്സിലൊക്കെ മിടുക്കരായ കുട്ടികളോട് കമ്പീറ്റ് ചെയ്ത് നല്ല പ്രൈസസും സ്കോളർഷിപ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു എക്സാം ആണ് NSMC. സോ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.